ഇപ്പോൾ വരുന്നൊരു വാർത്ത. വലിയങ്ങാടി അപകടത്തെ തുടർന്നുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെ കോഴിക്കോട് കടകൾ ഒഴിയാൻ നോട്ടീസ് പതിച്ച് കോർപ്പറേഷൻ. ഇപ്പോഴെങ്കിലും നേരം വെളുത്തുവല്ലോ അല്ലേ? വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ജീവനക്കാർ നോട്ടീസ് പതിച്ചു. 2024 പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടത്തിലാണ് ഇപ്പോഴും ഷോപ്പുകളും ഗോഡൌണുകളും പ്രവർത്തിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോഴെങ്കിലും നേരം വെളുത്തു എന്ന് പറയാം. 2024 പൊളിക്കാൻ ഉദ്ദേശിച്ച കെട്ടിടം, ആ കെട്ടിടം പൊളിക്കാതിരുന്നു. ലൈസൻസ് നീട്ടി നൽകുന്ന സാഹചര്യമുണ്ടായി, കോർപ്പറേഷൻ വരുമാനമുണ്ടായി. പക്ഷേ 4 പേരുടെ ജീവൻ അങ്ങ് പോയി. ആ 4 പേരുടെ ജീവൻ വേണ്ടി വന്നു കോർപ്പറേഷൻ തിരിച്ചറിയാൻ. ഇപ്പോൾ വളരെ പെട്ടെന്ന് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നൊരു നീക്കം അല്ലേ? അരുൺ, അങ്ങനെ തന്നെയാണ്. വൈകി വന്ന വിവേകം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2024 ഈ കെട്ടിടം പൊളിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ എത്തിയതാണ്. കൗൺസിലിൽ അങ്ങനെ ഒരു തീരുമാനം വന്നതാണ്. പക്ഷേ ഈ ഒരു അപകടം നടന്നതിന് ശേഷം മാത്രമാണ് ഒരു നോട്ടീസ് പതിക്കാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടുള്ളത്. ഈ കടമുറികൾ ഒഴിയണം എന്നാവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ് പതിച്ചിട്ടുള്ളത്. ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നോട്ടീസ് പതിപ്പിച്ചത് ഏതാണ്ട് മിനിറ്റുകൾ മാത്രം മുൻപാണ്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വരികയും ശ്രീ ഗണേഷ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഈ നോട്ടീസ് പതിക്കുകയും ഉണ്ടായത്. ഇതിൽ കോർപ്പറേഷൻ നൽകുന്ന ഒരു വിശദീകരണം, 6 കടകൾക്കാണ് നിലവിൽ ഔദ്യോഗികമായി കോർപ്പറേഷൻ പറയുന്നത് 6 കടകൾക്കാണ് ലൈസൻസ് ഉള്ളത്. ഈ കടകളിലെല്ലാം തന്നെ ഇപ്പോൾ ഒഴിയണം എന്നാവശ്യപ്പെട്ടുള്ള ഈ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു അപകടമുണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവനും സ്വത്തിനും അപകടം പരമാവിധം ശോച്യാവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഉടൻ തന്നെ ഈ മുറിയിലെ വസ്തുവകകൾ നീക്കം ചെയ്ത് മുറി ഒഴിഞ്ഞ് അത് കോർപ്പറേഷനെ അറിയിക്കണം എന്നുള്ളതാണ് ഈ നോട്ടീസിൽ പറയുന്ന കാര്യം. ഏതായാലും അരുൺകുമാർ, അത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോഴെങ്കിലും കടന്നു എന്നുള്ളതാണ് ആശ്വാസം. ഇനി ഉണ്ടാകേണ്ടത് എന്താണ് ഇതിൽ സംഭവിച്ച വീഴ്ച എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. അരുൺ, ഓക്കെ, ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് ചില മനുഷ്യരുടെ ജീവനൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നോട്ടീസുമായിട്ട് വരും ചില ഉദ്യോഗസ്ഥർ. വല്ല കാര്യമുണ്ടോ? ആ സമയത്ത് നേരത്തെ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ 4 പേരിന്നിപ്പോൾ ജീവനോടെ ഇപ്പോൾ കണ്ടേനെ. നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനും ഒക്കെ ആ മനുഷ്യരും ഇപ്പോഴും നമ്മളോടൊപ്പം കണ്ടേനെ. എടുക്കേണ്ട സമയത്ത് ആ തീരുമാനം എടുക്കില്ല. അതിനുശേഷം നമ്മൾ പറയുമല്ലോ, സാധാരണ അത് വന്ന് തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാവും. ഈ തൂമ്പയല്ല, JCB കൊണ്ടുവന്ന് എടുക്കേണ്ടി വന്നു. അതാണ് അവസ്ഥ.